സ്വാഭാവികമായിട്ട് നിങ്ങളത് ചോദിക്കും. കാണുമ്പോൾ എന്തായാലും അവൻ എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമല്ലോ, എന്തായാലും ചോദിക്കും. അതിന് ഞാൻ എന്തായാലും മറുപടി പറയാൻ ബാധ്യസ്ഥയാണ്. ഇവളും കെട്ടിയവനെ വേണ്ടെന്ന് വെച്ചോ. എൻ്റെ ഫോണിലെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് വരെ ഇങ്ങനെയുള്ളൊരു നമ്പർ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ Q&A വീഡിയോ ആണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് കമ്മ്യൂണിറ്റിയിൽ Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 95 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അതിനൊക്കെ മറുപടി പറയാമെന്ന് വിചാരിക്കണം. ഓക്കെ, സൗണ്ട് പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇന്നലത്തെ വീഡിയോയിലൊക്കെ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സൗണ്ട് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ എക്കോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജനലൊക്കെ തുറന്നിട്ടാണ് അന്ന് വീഡിയോ എടുത്തത്. അത് എൻ്റെ ഫോണിൽ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉമ്മച്ചിയുടെ ഫോണിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും സൗണ്ടിന് എന്തൊക്കെ ഇഷ്യൂ ഉണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ. ഇപ്പം ഞാൻ മൈക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നുള്ള വിശ്വാസത്തിൽ വീഡിയോ എടുക്കുകയാണ്. നേരത്തെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഓക്കെ, ഒരു 95 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പകുതിയും കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് വായിക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. റുക്കിയ ആണ്. അതിലൊന്ന്, മൂവീസ് കാണാറുണ്ടോ? ലാസ്റ്റ് കണ്ട മൂവി നെയിം. മൂവീസ് കാണാറുണ്ടോയെന്ന് വെച്ചാൽ കാണാറുണ്ട്, പക്ഷേ അങ്ങനെ തിയേറ്ററിൽ പോയിട്ടൊന്നും കാണാറില്ല. ഇക്ക ഉള്ളപ്പോൾ തിയേറ്ററിൽ പോകാറുണ്ട് കേട്ടോ, അല്ലാതെ അങ്ങനെ നമ്മൾ തന്നെ അങ്ങനെ പോകാറൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട പടം ആയിഷയാണ്, ദുബായിൽ വെച്ചിട്ട്. മറ്റേ മഞ്ജു വാര്യരുടെ സിനിമ ഉണ്ടല്ലോ, അത് ഇക്കടെ ഫ്രണ്ടാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി കണ്ടാണ് കേട്ടോ ആ ഒരു ഫിലിം. പിന്നെ ഈയിടെ ഞാൻ കാതൽ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു ഫിലിമാണ്. നല്ല സിനിമയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. പിന്നെ അഷ്നയ്ക്ക് ഇഷ്ടമുള്ള യൂട്യൂബ് ചാനൽ, മറ്റുള്ളവരുടെ വീഡിയോസ് കാണാറുണ്ടോ? നേരത്തെ ഒക്കെ കാണാറുണ്ടായിരുന്നു, ഇപ്പം എനിക്ക് സമയം കിട്ടാറില്ല. പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ M4Tech സ്ഥിരമായിട്ട് കാണാറുണ്ട്. പുതിയൊരു വീഡിയോ വരുമ്പോൾ തന്നെ കാണാറുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഞാനത് കാണാറില്ലായിരുന്നു ആ ചാനൽ, പക്ഷെ കണ്ടു തുടങ്ങി. എങ്ങനെയാണെന്ന് വെച്ചാൽ അഫിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിയോ മച്ചാൻ്റെ വീഡിയോ വെച്ചതൊക്കെ എപ്പോഴും പറയാനുണ്ട്. അപ്പോൾ പുതിയ വീഡിയോസിൻ്റെ അത് പിന്നെ ടെക് പരമായിട്ടുള്ള വീഡിയോസ് ആണല്ലോ അവർ ഇടുന്നത്. അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമാണ് കാണാനൊക്കെ. അപ്പം പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ ഞാനും അവനും ഒരുമിച്ചിരുന്ന് കാണാറുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചാനലെന്ന് പറഞ്ഞാൽ M4Tech ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചാനൽ. ഓക്കെ, പിന്നെ ഞാൻ ഈ കൂടുതൽ ഇൻ്റർവ്യൂസൊക്കെ കാണാറുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഇൻ്റർവ്യൂ ഒക്കെ വരുമ്പം അതിങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ചില മൂവി റിവ്യൂസൊക്കെ കാണാറുണ്ട്. പിന്നെ അടുത്ത ചോദിച്ചേക്കുന്നത് റിനു ആണ്. ഹായ് അഷ്ന, ഹലോ. ഞാൻ നിങ്ങളുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. ഹോം ടൂർ വീഡിയോ ആണ് ഫസ്റ്റ് കണ്ടത്. ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് അപ്പോഴാണ് അറിഞ്ഞത്. പിന്നീട് വ്ളോഗ്സൊക്കെ കാണാറുണ്ട്. എനിവേ കൺഗ്രാറ്റ്സ് ഡിയർ, താങ്ക് യു. ഇനി എന്നാ ഇക്ക വരുന്നത്? പെയ്ഡ് പ്രൊമോഷൻസ് വീഡിയോ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് കിട്ടും? ആൻസർ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ വീഡിയോ കാണാറുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഹോം ടൂർ വീഡിയോ മുതലാണ് ഇപ്പോൾ ഈ കമൻറ്റ് ഇട്ട ആൾ മാത്രമല്ല എല്ലാവരും തന്നെ നമ്മുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയത് ആ ഒരു വീഡിയോ മുതലാണ്. അതാണ് കുറച്ചിങ്ങനെ റീച്ച് ആയിട്ടുള്ളൊരു വീഡിയോ. അപ്പം കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് ആ ഒരു വീഡിയോ വഴിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇക്ക വരുന്നത് എന്നാന്നുള്ളത് അറിയില്ല കേട്ടോ, അതിനെക്കുറിച്ചൊന്നും തീരുമാനമായിട്ടില്ല. പിന്നെ പെയ്ഡ് പ്രൊമോഷൻസ് വീഡിയോ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് കിട്ടും? അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഓരോ ബ്രാൻഡിനനുസരിച്ചിരിക്കും. ചിലപ്പം നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ ഒരു അവസരം കിട്ടും, അപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്യും. ചിലപ്പോൾ ആ ഒരു നമ്മൾ പറയുന്ന എമൗണ്ടിന് അവർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർ പറയും ഇത്രയും തരാൻ പറ്റില്ല, ഇത് ഇത്ര കുറച്ച് തന്നെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളങ്ങനെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ പോകും. പിന്നെ അല്ലാതെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഡ്രസ്സിൻ്റെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വളരെ കുറച്ച് എമൗണ്ടാണ് വാങ്ങിക്കാറുള്ളൂ. കാരണം അവർ ഡ്രസ്സ് വാങ്ങിച്ചു തരണം, അതിൻ്റെ കൂടെ പൈസയും കൂടെ ആകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാവരുതെന്ന് കരുതിയിട്ട് നമ്മൾ കുറഞ്ഞൊരു എമൗണ്ടാണ് പറയാറ്. ഇപ്പോൾ കറക്റ്റ് ഒരു എമൗണ്ട് എന്ന് പറയാനില്ല. ചില ബ്രാൻഡിൻ്റെ അടുത്ത് നല്ല ബ്രാൻഡും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അവർ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് നല്ല എമൗണ്ട് മുടക്കുന്ന ബ്രാൻഡുകളൊക്കെ ഉണ്ട്. അപ്പം അതിനനുസരിച്ചാണ് നമ്മളത് മാനേജ് ചെയ്യുന്നത്. ഒരു കറക്റ്റ് എമൗണ്ട് പറയണ ഇപ്പോൾ എങ്ങനെയാണ്, നമുക്കിപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം പറയാമല്ലോ. യൂട്യൂബിൽ നിന്ന് ഈ മാസം വരുന്ന ശമ്പളമല്ല നമുക്ക് അടുത്ത മാസം വരുന്നത്, വ്യൂസിനനുസരിച്ചാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യം. നമുക്കൊരു കറക്റ്റ് എമൗണ്ട് പറയാനായിട്ട് പറ്റില്ല. പിന്നെ ചില ബ്രാൻഡ് 10K ആയിരിക്കും തരുന്നത്, ചില ബ്രാൻഡ് പറയും അത്രയും തരാൻ പറ്റത്തില്ല, 5K വരുള്ളൂ. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു രീതി കേട്ടോ.
അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള ഇതാണ് പറയുന്നത്. അല്ല ഒരു ഫിക്സഡ് എമൗണ്ട് എന്ന് പറയാനില്ല. ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു എമൗണ്ട് ഫിക്സഡ് ആണെങ്കിൽ പോലും അതിന് അവർ സമ്മതിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ അങ്ങ് പോകുക, അത്രേ ഉള്ളൂ. പിന്നെ ഫിസാസ് വേൾഡ് ചോദിച്ചേക്കുന്നത് ബെൻസീത്ത ആരാണ് നല്ലത്. ബെൻസീത്ത എന്ന് പറഞ്ഞാൽ കസിനാണ്, അതായത് ഇക്കാട് ഉമ്മയുടെ ആങ്ങളയുടെ മോളാണ്, കസിനാണ് കേട്ടോ. കസിനാണെങ്കിൽ എനിക്ക് എൻ്റെ സ്വന്തം സിസ്റ്ററിനെ പോലെ തന്നെയാണ്, പോലെയല്ല അതാണ്, അങ്ങനെയാണ് ഇപ്പോൾ. ഓക്കെ. ഹസീന ഹാരിസ് ചോദിച്ചിട്ടുള്ളത് അഷ്നയ്ക്ക് ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ ഉണ്ടോ? എനിക്കൊരു ബ്രദറുണ്ട്, ഒരു അനിയനുണ്ട് കേട്ടോ. പിന്നെ എന്താണ് ജസ്ന ബഷീർ, അഷ്ന ഒരു മോളേ ഉള്ളൂ, ബ്രദറുണ്ട്, ഞങ്ങൾ 2 മക്കളാണ്. ഓക്കെ. ഫാത്തിമ അബ്ദുൽ കരീം ചോദിച്ചിട്ടുള്ളത് ഇക്കാടെ അടുത്തേക്ക് പോകാൻ ഇനി പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ പോയേക്കൊള്ളാതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എന്തായാലും അത് നടക്കില്ല, നിങ്ങൾക്കറിയാമല്ലോ, എന്തായാലും അത് നടക്കില്ല. ഓക്കെ. പിന്നെ റിസ്രിയ ചോദിച്ചിട്ടുള്ളത് അഷ്നയുടെ മറ്റുമിഷിയുടെ പേരെന്താണ്? അത്തശ്ശിയുടെ പേര്, ഉമ്മിച്ചിയുടെ മറ്റുമിഷിയുടെ അത്തശ്ശിയുടെയൊക്കെ പേര് ചോദിച്ചിട്ടുണ്ട്. അത്തശ്ശിയുടെ പേര് നസീർ എന്നാണ്. അപ്പോൾ എൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് അഷ്ന നസീർ എന്നാണ്. പിന്നെ ഉമ്മിച്ചിയുടെ പേര് സുബൈദ എന്നാണ്, മറ്റുമിച്ചിയുടെ പേര് സൈനബ എന്നാണ്. ഓക്കെ. പിന്നെ എന്താ അഫ്ര ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ആഷയുടെ വീട്ടിലാണ് നിൽക്കുന്നത്, ഇക്കാടെ വീട്ടിലേക്ക് പോകാറില്ലേ, മറ്റുമിച്ചിക്ക് സുഖമായോ? ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പം അങ്ങോട്ടേക്കുള്ളൊരു യാത്ര എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ മറ്റുമിച്ചിക്ക് സുഖമായിട്ട് വരുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. തന്നെ ആ ഒരു വാക്കറുണ്ടല്ലോ അതിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാതെ പോണു. പിന്നെ ഫ്രീ ഫയർ ഇൻഫർമേഷൻ, ഹായ്. ബെൻസീൻ്റെ വിവരമൊന്നും ഇല്ലല്ലോ, അവരിപ്പോൾ വീഡിയോയിൽ കാണാറില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇത് Q&A ഇട്ട സമയത്തെങ്ങാണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു ഇയാൾ, ഈ ചോദ്യം ചോദിച്ച ആൾ. അപ്പം അവരിങ്ങനെ ഹാപ്പി ആയിട്ട് പോണു. എന്താ നമ്മൾ കാണാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്, പിന്നെ ഞാനവിടെ പോകാറുണ്ട്, അവരിങ്ങോട്ടേക്ക് വരാറുണ്ട്. അന്നത്തെ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു തുടങ്ങിയ സമയം മുതൽ ഇന്ന് വരെ അതങ്ങനെ ഒരു കോട്ടവും തട്ടാതെ മുമ്പോട്ട് പോകുന്നുണ്ട്. അതങ്ങനെയാണല്ലോ, ചിലർ നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ കടന്നു വരും, പിന്നെ നമുക്ക് അവർ ഭയങ്കര പ്രിയപ്പെട്ടതായിട്ട് മാറുമല്ലോ. അപ്പോൾ അതുപോലെ 2 പേരാണ് അവർ 2 പേരും. പിന്നെ നമ്മൾ പോകാറും മിണ്ടാറും എടുക്കാറൊക്കെ ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ വീഡിയോസൊന്നും അങ്ങനെ എടുക്കൽ ഭയങ്കര കുറവായിരുന്നു, ഈ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ കഴിഞ്ഞ ഇട്ട വ്ളോഗിലൊക്കെ അവർ ഉണ്ട് കേട്ടോ, അത് ആ വീഡിയോ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. ഓക്കെ. സുലൈമാൻ ചോദിച്ചേക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇടാൻ താമസം, മറ്റുമിഷിയുടെ അസുഖം എങ്ങനെയുണ്ട്? മറ്റുമിഷി സുഖമായിട്ട് വരുന്നു, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. പിന്നെ വീഡിയോ ഇടാൻ താമസം എന്ന് പറഞ്ഞാൽ ഇതും നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ, ഈ ആശുപത്രി കേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ എടുത്തിടുക എന്നുള്ളൊരു സംഭവം വരില്ലല്ലോ. പിന്നെ ഓരോ സിറ്റുവേഷൻ കാരണമൊക്കെയാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല കേട്ടോ. പിന്നെ ഉമ്മു സൽമ ചോദിച്ചേക്കുന്നതാണ് ഇക്ക വരുന്നുണ്ടോ, ഇനി അങ്ങോട്ട് പോകുന്നുണ്ടോ, എന്തെങ്കിലും ജോബിന് പോയിക്കൂടെ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും ജോബിന് പോകാനായിട്ട് പറ്റില്ല. പിന്നെ ഇക്ക വരുന്നുള്ള കാര്യം തീരുമാനമൊന്നും ആയിട്ടില്ല, അതിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഒരു ടൈമിൽ വരുമായിരിക്കും, വരണം എന്നാണ് ആഗ്രഹം. എങ്ങനെയാണെന്നുള്ളത് അറിയില്ല കേട്ടോ. ഇനി അങ്ങോട്ട് പോകുന്നുള്ളതിനെക്കുറിച്ചും അറിഞ്ഞുകൂടാ. പിന്നെ റാഷിദ ചോദിച്ചേക്കുന്നത് അജ്മീർ എവിടെ പോയി, ഇപ്പോൾ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, പ്ലീസ് റിപ്ലൈ. അവനിങ്ങനെ കോഴിക്കോട് എറണാകുളം ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വർക്കിൻ്റെ ഭാഗമായിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇതും നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു 3-4 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ അവൻ എറണാകുളത്തിന് തിരിച്ചു പോയി. ഓക്കെ. പിന്നെ റിഫാന ചോദിച്ചേക്കുന്നത് ഹായ് ഇത്ത, ഹലോ. ഇനി ദുബായിലേക്ക് പോകുന്നുണ്ടോ? കാസർഗോഡ് എന്നാണ് പോകുന്നത്? ആർക്കായിരുന്നു സുഖമില്ലാത്തത്, ഇപ്പോൾ കുറവുണ്ടോ? ഉമ്മാക്കൊക്കെ സുഖമാണ്, അഫിക്ക് സുഖമാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. മറ്റുമിഷിക്കായിരുന്നു വയ്യാതിരുന്നത്, ഇപ്പം ഓക്കെ ആയിട്ട് വരുന്നു. പിന്നെ ദുബായിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല, കാസർഗോഡൊക്കെ എന്നാണ് പോകുന്നതെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. അതൊക്കെ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനനുസരിച്ച് നിൽക്കുമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ജന്നത്ത് ചോദിച്ചേക്കുന്നത് നെക്സ്റ്റ് ബേബി, എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ടിട്ടുണ്ട്, ഓൺ ദ വേ ആണ് ഇൻഷാ അല്ലാ. അടുത്തത് നബീൽ ബിലു പറഞ്ഞേക്കുന്നതാണ് നീ പഴയ അശ്വിനിയായി ജീവിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടതെന്നുള്ളത് അറിയില്ല. പിന്നെ നമുക്ക് നമ്മുടെ പഴയ വീഡിയോ കാണുമ്പോഴും അതുപോലെ ഇപ്പോഴത്തെ വീഡിയോ കാണുമ്പോഴൊക്കെ ആൾക്കാർക്കൊരു മാറ്റമൊക്കെ ഫീൽ ചെയ്യുമല്ലോ. സോ അതുകൊണ്ടായിരിക്കാം അങ്ങനൊരു കമൻറ്റ് ഇട്ടത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, പിന്നെ കാണുന്നവർക്കാണല്ലോ അറിയുള്ളൂ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചൊക്കെ ഒന്ന് മാറി പണ്ടത്തെക്കാട്ടിലൊക്കെ. അതിപ്പം നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മാറുമല്ലോ. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനൊരു വീട് നമ്മളെടുത്തു,
ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ലായിരുന്നു, ഞാൻ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തില്ലായിരുന്നു. ഇപ്പം എന്നെക്കൊണ്ട് അതിന് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ അതങ്ങനെയാണ് നമ്മൾ ലൈഫിൽ മാറ്റങ്ങൾ വരണം, കുറേയൊക്കെ മാറ്റങ്ങൾ വരണം എന്ന് കരുതി പെട്ടെന്ന് നമുക്കൊരു നല്ല കാലം വരുമ്പോഴത്തേക്ക് ഭയങ്കര അഹങ്കാരം, എന്താണ് പഴയ ആൾക്കാരെയൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റില്ല, അങ്ങനെയൊന്നുമല്ല, അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ കുറച്ചൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരുത്തണം. എപ്പോഴും ഒരേപോലെ അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു ഇതിൽ തന്നെ താന്ന് തന്നെ നിൽക്കുക അങ്ങനെയൊന്നുമല്ല. കുറച്ചൊക്കെ നമുക്ക് മാറ്റം വരുത്താം. പക്ഷെ ഒരിക്കലും നമ്മളുടെ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ അതിനെയൊന്നും ബാധിക്കാതെ നോക്കുക. ഇപ്പം ചിലരുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്യാഷായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പഴയ ആളുകളെ കാണുമ്പോൾ ഒന്നും മൈൻഡ് ചെയ്യാതെ പോവുക, അങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര മോശമാണ്. പക്ഷെ എന്നാലും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അതിലും ഒരുപാട് പേര് നമ്മളെ കുറ്റപ്പെടുത്തും, ഒരുപാട് പേര് നമ്മളെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇപ്പം ഈ വീടിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ അങ്ങനത്തെയൊക്കെ കുറേ ടോക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ, ഇത്രയും നാളും ആ സൗകര്യത്തിലല്ലേ ജീവിച്ചേ, ഇനി എന്തിനാ ഇപ്പോൾ വലിയ വീടെടുത്ത്, അങ്ങനെയൊക്കെ കുറേ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്, അല്ലെങ്കിൽ നമുക്കേ അറിയുള്ളൂ നമ്മുടെ സിറ്റുവേഷൻസ് എന്താണ്, നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത്. അത് നമ്മളിനി മൂന്നാമതൊരാളോട് പറഞ്ഞിട്ട് എത്ര പറഞ്ഞാലും അവർക്കത് ഉൾക്കൊള്ളാനോ അവർക്കത് മനസ്സിലാക്കാനോ പറ്റില്ല. അപ്പം മിണ്ടാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ക്യാരക്ടറിലൊന്നും ചേഞ്ച് വരാതെ അല്ലെങ്കിൽ നല്ല നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അതിൽ അങ്ങനെ കുറച്ചൊക്കെ മാറുന്നതൊക്കെ നല്ലതാണ്. ഓക്കെ, അപ്പം പിന്നെന്താ, മുഹസിനെ ചോദിച്ചേക്കുന്നത് എന്താണ് വീഡിയോ ഇല്ലാത്തത്. അത് കുറച്ച് ഹോസ്പിറ്റൽ കേസും പിന്നെ എനിക്ക് കുറച്ച് വയ്യായ്കയൊക്കെ വന്നതുകൊണ്ടാണ് ഒരു സമയത്ത് നമ്മൾ കുറേ നാളിങ്ങനെ വീഡിയോ ഇടാതിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ അബ്ദുൽ ലത്തീഫ് ചോദിച്ചേക്കുന്നത് നിങ്ങളുടെ കാസർഗോഡ് വീട് വെച്ചതിൽ ലോൺ എടുത്തിട്ടുണ്ടോ, ഒരു ഹായ് പറയുമോ. തൻസി വടക്കാഞ്ചേരി. ഹലോ തൻസി, വീട് വെച്ചതിൽ ലോൺ എടുത്തിട്ടുണ്ട് കേട്ടോ, അതിപ്പോഴും അടച്ചുകൊണ്ടിരിക്കുകയാണ്, ലോണുണ്ട്. ഓക്കെ. മജീദ് ചോദിച്ചത് എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഒരു ചാനലുണ്ട്, ഇപ്പോൾ ഇതിനെ കുറച്ചുകൂടിയൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം തന്നെയാണ്. പിന്നെ ചെറിയൊരാഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വീട് വേണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഉടനെയൊന്നും എന്തായാലും നടക്കില്ല, അതിനെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാനും കൂടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല. പക്ഷേ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, എന്നാലാണല്ലോ നമുക്കത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പോഴും നല്ല ആഗ്രഹമുണ്ട്, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറ്റും, അതൊക്കെ പറ്റുന്നേ. പിന്നെ സഫ ചോദിച്ചിട്ടുള്ള ഒന്നും ചോദിക്കാനില്ല, ഹായ് പറഞ്ഞാൽ മതി. ഹലോ സഫ. ഓക്കെ. പിന്നെ റുനൈസ ഫോട്ടോയിൽ കുറച്ച് ഫിൽറ്റർ ഓവറാണ്, അത് ലൈറ്റിംഗ് ഒക്കെ കുറവാകുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഫിൽറ്റർ അടിച്ച് കയറ്റിയിടാറുണ്ട്. പിന്നെ ഇത് ചുമ്മാ കാണാൻ വെച്ചേക്കുന്നില്ല, നമുക്ക് യൂസ് ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഫിൽറ്റർ ഇടാറുണ്ട് കേട്ടോ. പിന്നെ സിൻഡ്രല. ഓക്കെ. എന്നോ ഒരിക്കൽ ഇവരുടെ വ്ലോഗ് കണ്ടു, ഒരു കൊച്ചു വീട്ടിലിരുന്ന് സംസാരിക്കുന്നതും ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നതുമൊക്കെ. ഇപ്പോൾ ഓർക്കാപ്പുറത്ത് ഇവരെ കണ്ടു കയറി നോക്കിയപ്പോൾ ഫുൾ നെഗറ്റീവ് കമൻസ്. ഇവളും കെട്ടിയവനെ വേണ്ടെന്ന് വെച്ചോ, ഞാൻ കെട്ടിയവന് വേണ്ടെന്ന് വെച്ചോ, എപ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓരോ കമൻസ്. അത് എന്താ അറിയോ, നമ്മൾ ആദ്യത്തെയൊക്കെ വ്ലോഗ് എന്നൊക്കെ പറയുമ്പം നമ്മുടെ കുഞ്ഞു വീട്, അപ്പം അങ്ങനെ ഹസ്ബൻഡ് ജോലിക്ക് വന്നു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ സാഹചര്യം വരുമ്പോൾ എന്തായാലും നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറിൽ വരുന്ന മാറ്റമല്ല, നമ്മുടെ സിറ്റുവേഷൻ കൊണ്ടിപ്പം നമ്മൾ ആ ഒരു വീട് ഉള്ള സമയത്ത് അവിടെ നിന്ന് വീഡിയോ എടുത്തു, പിന്നെ നമ്മൾ വീട് മാറി കഴിയുമ്പോൾ നമുക്ക് പഴയ വീട്ടിൽ വന്നിരുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യുമല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടായിക വരിക, അല്ലെങ്കിൽ ഇവൾക്ക് അഹങ്കാരമായെന്ന് തോന്നുക, അല്ലെങ്കിൽ ഇവർ പണ്ടത്തെ പോലെ എല്ലാം മാറിപ്പോയി എന്നൊക്കെ തോന്നുക, അതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പം വീഡിയോ ചെയ്യുക എന്നുള്ളത് എൻ്റെ റൈറ്റാണ്, എൻ്റെ അവകാശമാണ്. ഇതിൽ വന്നിട്ട് എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആർക്കും പറ്റില്ല. കാരണം അത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ അവകാശമാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുക എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ റൈറ്റാണ്. എനിക്ക് വന്നിട്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ്സ് ഇടണമെങ്കിൽ സ്വഭാവം മാറുമെന്ന് പറയാൻ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് അവരുടെ ഫോണിൽ നിന്ന് അവർ നെറ്റ് റീചാർജ് ചെയ്ത് അവർ വീഡിയോ കാണുന്നുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ അവർക്ക് പോസിറ്റീവ് കമൻറ്റ്സ് ഇടാറുണ്ടല്ലോ ആൾക്കാർ, അതുപോലെ തന്നെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടാറുണ്ട്. അതിൽ നമുക്ക് ഒന്നും പറയാനില്ല. ഇപ്പോൾ ഈ ഒരു കമൻറ്റ് നിങ്ങൾ കണ്ടല്ലോ,
എന്താ നിങ്ങൾ ചോദിച്ചല്ലോ, മീൻസ് ഹസ്ബൻഡിനെ ഇട്ടിട്ട് പോയോ എന്നുള്ള രീതിയിൽ ചോദിച്ചില്ലേ. അങ്ങനെ ചോദിക്കുന്നതും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അവർക്ക് വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ തോന്നി, നെഗറ്റീവ് കമൻറ്റ് ഇടാൻ തോന്നി, നെഗറ്റീവ് കമൻറ്റ് ഇട്ടു, ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമ്മളതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. നമ്മൾ ഈ നെഗറ്റീവ് കമൻറ്റ് കണ്ടിട്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറേ നാൾ മുമ്പ്. അത് കമൻസ് കണ്ടിട്ടല്ല, ഓരോരുത്തരും നമ്മളെക്കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോഴൊക്കെ, നിന്നെക്കുറിച്ച് അവരിത് പറഞ്ഞു, നിന്നെക്കുറിച്ച് ഇവരിങ്ങനെ പറഞ്ഞു കേട്ടോ, അത് നിന്നെക്കുറിച്ച് മറ്റേ ഇന്നാളെ ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടത്ര വേറെ ആരും കേട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് പട്ടി മോങ്ങണ പോലെ ഇരുന്ന് മൂങ്ങിയിട്ടുണ്ട്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഈ മനുഷ്യന്മാർ ഇങ്ങനെ പറയുന്നത്? ഞാൻ ആർക്കും ഒരു ഉപദ്രവത്തിന് പോകണില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ആരുടെയും മുഖത്ത് നോക്കിയിട്ട് ഒരു എതിര് വർത്താനം പറയുമല്ലോ, ഒന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്താണ് ഈ ആൾക്കാർ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയണമെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അത് ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരും. കാരണം എന്താ അറിയോ, ഈ ആൾക്കാരുണ്ടല്ലോ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനൊരു എന്താ പറയുക, ഒരു നോൺ സ്റ്റോപ്പാണ്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി അവർക്ക് നാളെ വേറെ ആരെങ്കിലും കിട്ടുമ്പോൾ അവരാ പുറകെ പോകും. പിന്നെ വീണ്ടും നമ്മളെക്കുറിച്ച് പറയണമെന്ന് തോന്നുമ്പോൾ അവരത് പറയും. അതിൽ സത്യമുണ്ടോ അല്ലെങ്കിൽ അത് നുണയാണോ, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊന്നും ഇവർ അന്വേഷിക്കുകയൊന്നുമില്ല. അവരതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അവരുടെ ഒരു രീതിയാണ്, ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് ആൾക്കാരുടെ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ ഒന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഞാനത് ചെയ്തിട്ടുണ്ട്. ഈവൻ എൻ്റെ ഫോണിലെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് വരെ ഇങ്ങനെയുള്ളൊരു നമ്പർ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം അവരിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കൂട്ടുകൂടാൻ ശ്രമിക്കുക. അവരുമായിട്ടൊരു ബന്ധം കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനത്തുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒന്ന് അകലം പാലിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം അത് ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ അടുത്ത് കഴിയുമ്പോൾ ആ ഒരു എനർജി നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യാണ്. അപ്പോൾ അതിനെക്കാട്ടിലും ഭേദം എന്തിനാണ് നമ്മൾ വെറുതെ ഒരു ആവശ്യമില്ലാത്തതിന് പോകുന്നത്? അപ്പോൾ എന്താ പറയുക, അവരെ അങ്ങ് ഒരു ഗ്യാപ്പിട്ട് ഒന്ന് മാറ്റി നിർത്തിയേക്ക്, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അന്നൊക്കെ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട്. ഇപ്പം എനിക്ക് അങ്ങനെയൊന്നും തോന്നാറില്ല. ഇപ്പം ആരെങ്കിലും എന്നോട് വന്നിട്ട് ഇപ്പം ഇങ്ങനെ പറയുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഇപ്പം ഇതുപോലത്തെ ഉള്ള ഹസ്ബൻഡിനെ തേച്ചിട്ട് പോയെന്നൊക്കെയുള്ള കമൻസൊക്കെ കാണുമ്പോഴേ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യാറില്ല. കാരണം അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ, നമുക്കെന്താ, നമ്മുടെ മേത്ത് പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. പിന്നെ തീർത്തും വൾഗറായിട്ടുള്ള കമൻസൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്. ഒരുമാതിരി ഈ സെക്ഷുവലി ഹറാസ് ചെയ്യുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. അതിനൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യണമല്ലോ. അത് ഇങ്ങനത്തെ ഉള്ള കമൻസൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാലോ നമ്മൾ എന്താണെന്നുള്ളത്. പിന്നെ ഇവരൊക്കെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ, ഇപ്പം ഈ ഒരാൾ പറഞ്ഞു കേട്ടല്ലോ, അന്ന് കണ്ടിരുന്നു പിന്നെ ഇപ്പോഴാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവർക്കറിയില്ല നമ്മൾ ആക്ച്വലി നമ്മൾ എന്താണെന്നുള്ളത് അവർക്കറിയില്ല. അത് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. ഈ നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മളെ ഒറ്റപ്പെടുത്താതെ നമ്മളെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് മതിയല്ലോ. പിന്നെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ നമ്മൾ കൂടെ നിർത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നവർ ജസ്റ്റ് അവോയ്ഡ് ചെയ്തേക്കുക. അത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പം ഞാൻ യൂട്യൂബിൽ വന്നതുകൊണ്ടെന്ന് മാത്രമല്ല, വേറെ ഏതൊരു ഫീൽഡ് എടുത്ത് നോക്കിയാലും അതിലിങ്ങനെയുണ്ട്, നെഗറ്റീവ്സും പോസിറ്റീവ്സൊക്കെ ഉണ്ട്. പിന്നെ അത് നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൽ മാത്രമാണ് കാര്യമുള്ളൂ. ഓക്കെ, അഷ്ന കാസർഗോഡിലേക്ക് എപ്പോഴാണ് പോകുന്നത്? അജ്മീറിൻ്റെ കല്യാണമായോ? അത് റിസ്രിയ തന്നെ ചോദിച്ചേക്കുന്നതാണ്. കല്യാണം നിലവിലൊന്നും ആയിട്ടില്ല. എപ്പോഴാണ് പോകുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അതൊന്നും തീരുമാനമായിട്ടില്ല കേട്ടോ. പിന്നെന്താ, പനത്തടിയിലാണോ കാസർഗോട്ടെ വീട്? അതാരാ ചോദിച്ചാൽ അഹമ്മദ് ഹുസൈനാണ്. അത് പനത്തടിയിലാണ് അവിടുത്തെ വീട്. ഹലോ, അഫിയുടെ ബർത്ത്ഡേക്ക് അടിച്ചു പൊളിച്ചു. താത്തായുടെ ബർത്ത്ഡേയും കളറാക്കിയില്ല. ആൻസർ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊരു യൂസർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഐഡിയ ആണ് കേട്ടോ. ആഫിയുടെ ബർത്ത്ഡേ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങ് ആഘോഷിക്കാനായിട്ടെന്നുള്ളൊരു മൂഡുണ്ടാവില്ലല്ലോ. പിന്നെ അവൻ്റെ ഒരു സന്തോഷം, അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്പൈഡർമാൻ്റെ കേക്ക് വേണമെന്നൊക്കെ പറയട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ ആഘോഷിച്ചു. പിന്നെ എൻ്റേത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സർപ്രൈസ് തന്നായിരുന്നു. നമ്മൾ ആൻറ്റിയുടെ വീട്ടിൽ വെച്ച്. ഇവിടെ ആയിരുന്നെങ്കിൽ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും നമ്മളത് ആഘോഷിക്കില്ലായിരുന്നു. അപ്പോൾ അവിടെ ആയതുകൊണ്ട് അവർ കേക്കൊക്കെ വാങ്ങിച്ച് പിന്നെ എനിക്കൊരു മറ്റേ ലാപ്ടോപ്പൊക്കെ ഗിഫ്റ്റ് തന്ന് അങ്ങനെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഓക്കെ, തസ്നി ചോദിച്ചേക്കുന്നത് ഇനി ദുബായിലേക്ക് എന്നാ പോണേ? നോ ഐഡിയ, പോകുമെന്ന് പോലും അറിയില്ല കേട്ടോ. ഓക്കെ, പിന്നെന്താ, ഇക്കപ്പോൾ വരും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതും കാസർഗോഡേക്ക് എപ്പോഴാണ് പോകുന്നതെന്നുള്ളതൊന്നും നമുക്കിപ്പം തീരുമാനം ഇല്ലാത്തൊരു കേസാണ്. പിന്നെന്താ, മോനെ LKG-യിലാക്കാനായില്ലേ? എന്നാ ഇക്ക വരുന്നേ? നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടോ? വീഡിയോ 3 ആളൂടെ ഉണ്ടാകുമ്പോൾ അടിപൊളിയാണ്. അത് ജുസൈല പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. എന്തായാലും LKG ചേർക്കാനായി, അടുത്ത വർഷം ചേർക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇക്ക വരുന്നത്, അങ്ങോട്ട് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും അറിയില്ല. അതിൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങനെ, അത്രയേ ഉള്ളൂ. പിന്നെ മൂന്നാളും കൂടി ഉണ്ടാകുമ്പോൾ അടിപൊളി. ഞങ്ങൾക്കും അത് തന്നെയാണ് അടിപൊളി, ഒരുമിച്ച് ഉണ്ടാകുന്നത്.
വേറെ ജോബ് ചെയ്യുന്നുണ്ട്, അതൊരു യൂസറാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പം വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല, ഇപ്പം ചാനൽ, ഇൻസ്റ്റാഗ്രാം, അതുപോലെ പ്രൊമോഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഫാത്തിമ ഷംന ചോദിച്ചേക്കുന്നതാണ്, ഹായ് ആർ യു ഓക്കെ നൗ, എന്തൊക്കെയോ വിഷമങ്ങളുള്ളതുപോലെ. ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ആശുപത്രി കേസൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മനുഷ്യന്മാരല്ലേ, എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ലൈഫിൽ അതിങ്ങനെ മാറി മാറി വരും, വിഷമങ്ങളും അതുപോലെ തന്നെ സന്തോഷങ്ങളൊക്കെ മാറി മാറി വരും. ഒരു ജീവിതം അത് അങ്ങനെയാണ്. അപ്പം അതിൻ്റെ ആ ഒരു ഒഴുക്കിലങ്ങ് നീങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ, ഞാൻ കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നു. പിന്നെ മൺസൂൺ മീഡിയ, അഷ്നയുടെ മുന്നോട്ടുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഈ ഇപ്പം മുമ്പോട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ നല്ല ഇപ്പം കുറേ ഗ്യാപ്പ് വന്നു. എനിക്ക് ആ ഒരു പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് ടൈമിൽ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു, വയ്യായിരുന്നു തീരെ, പ്രഷർ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊക്കെ ഒരുപാട് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു, കുറേ നാളത്തേക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതെ വന്നു. നമ്മളുടെ ഒരു ചാനലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി അപ്ഡേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിതിൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ ഒരു ഗ്യാപ്പ് വന്നു കഴിയുമ്പം അതിനനുസരിച്ച് നമുക്ക് നല്ല പണി കിട്ടും. എനിക്കും അതങ്ങനെ തന്നെയാണ്. കാരണം ഒരു 1-2 മാസത്തേക്ക് എനിക്ക് ഇതിൽ നിന്ന് സാലറി പോലും വന്നിട്ടുണ്ടായിരുന്നില്ല, വീഡിയോസ് ഇടാത്തത് കൊണ്ട്. നമുക്കറിയാമല്ലോ, നമ്മൾ വീഡിയോസ് ഇടുന്നതിനനുസരിച്ചാണ് നമുക്ക് ഇതിൽ നിന്ന് ശമ്പളം കിട്ടുന്നത്. അപ്പോൾ ആ ഒരു 2 മാസത്തേക്ക് എനിക്ക് ആ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വ്യൂസിലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങി. മീൻസ് വ്യൂസൊക്കെ പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് കുറഞ്ഞു തുടങ്ങി. അപ്പോൾ അത് ആ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് തീർത്തും വയ്യാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അന്ന് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ ഫോണിന് കംപ്ലയിൻറ്റ് വന്നു. അത് റെഡിയായി വന്നപ്പോഴത്തേക്കും വെച്ച് പിന്നെ ഹോസ്പിറ്റലായി. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ഒരു ബുദ്ധിമുട്ടായി. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതെ മാക്സിമം നല്ല രീതിയിൽ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോവുക, ഡെയിലി അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതൊക്കെയാണ് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ആഗ്രഹങ്ങൾ എന്നൊക്കെ പറയണം. പിന്നെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഒരു വീട്, അത് ഭയങ്കര ഒരു ലക്ഷ്യമാണ്. അതെങ്ങനെയും ഇപ്പം കുറേ പേര് കമൻറ്റ് ഇടാറുണ്ട്, ഇങ്ങനെ അവർക്കൊരു വീട് സെറ്റ് ചെയ്ത് കൊടുത്തുവിടുക എന്നൊക്കെ ചോദിച്ചിട്ട്. ഇൻഷാ അല്ലാ അത് ഉടനെ നടക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ മാക്സിമം അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ഓക്കെ. പിന്നെ വേറൊരു യൂസർ ചോദിച്ചേക്കുന്നുണ്ട്, കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ഇല്ലല്ലോ, ഫോൺ ശരിയായി കിട്ടിയില്ല, പഴയതുപോലെ വീഡിയോ ഇല്ല, കണ്ടൻറ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇതാണ് പ്രശ്നം, എനിക്ക് വയ്യാത്തത് കൊണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഗ്യാപ്പ് വന്നത്. ഫോണൊക്കെ ശരിയായി കിട്ടിയിട്ട് അതെന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് വലിയൊരു പൈസ മുടക്കില്ലാതെ ഫോൺ, വലിയൊരു മീൻസ് നമുക്ക് ആ പോയതിൻ്റെ ഒരു ഇതേ ഉള്ളൂ, അല്ലാതെ അവർ ഫ്രീ ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്ത് തന്നു ഡിസ്പ്ലേ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അത് രക്ഷപ്പെട്ടു കേട്ടോ. പിന്നെ അത്തശ്ശി വീട്ടിലൊറ്റയ്ക്കാണ്, അതൊരു യൂസറാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പം കടയുണ്ട്, വൈകിട്ട് ഇങ്ങോട്ടേക്ക് വരും, പിന്നെ രാവിലെ പോകും, അങ്ങനെയാണ്. ഇപ്പം ഇവിടുന്ന് ഓട്ടോ വിളിച്ച് പോകാനുള്ള ദൂരമുണ്ട്. അപ്പം അവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ട, അപ്പം ഇങ്ങോട്ട് വന്ന് രാത്രി വരും. നമ്മളും ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പം രാത്രി വന്നിട്ട് പിന്നെ പകൽ പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാട്ടോ. വാലി ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയ എന്ന് ചോദിച്ചേക്കുന്നതാണ്. അഷ്ന PSC എഴുതിയ ഒരു ജോലിക്ക് ശ്രമിച്ചുകൂടെ? അഷ്നയ്ക്ക് ജോലി ആയാൽ അജ്മലിനും നാട്ടിൽ വന്ന് എന്തെങ്കിലും ജോലി നോക്കി ഒരുമിച്ച് നിൽക്കാമല്ലോ. അത് ആഗ്രഹമാണ്, പിന്നെ നോക്കാം, ശ്രമിക്കാം ഇൻഷാ അല്ലാ. ഇപ്പം എന്തായാലും പുറത്ത് പോയിട്ട് ജോലി എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല, എങ്കിലും ശ്രമിക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ ഒരുമിച്ച് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ടാകുമ്പോഴത്തേക്കും നമുക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയൊരു ആഗ്രഹം, അല്ലെങ്കിൽ അതങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പം നമ്മുടെ ഓരോ സിറ്റുവേഷൻസ് കാരണമാണ്, നമ്മളെന്നല്ല, ഇപ്പോൾ ഏതൊരു പ്രവാസിയാണെങ്കിലും അവരുടെ കടങ്ങൾ തീർക്കാനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കില്ല അവർ ഓരോ പ്രാവശ്യം പോകുന്നത്. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഈ പ്രാവശ്യം നിർത്തിയിട്ട് വരാമെന്ന് പറഞ്ഞു, പക്ഷെ അവരെ കൊണ്ട് സാധിക്കില്ല. അതൊക്കെ പോലെ അതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. എന്നാലും ഇൻഷാ അല്ലാ നോക്കാം. ഓക്കെ. ദെൻ you both have good education, don't wait for kids to get older, try now. I don't get to watch all of your videos, but I have been watching you from beginning and very happy to see all of your and Ajmal's achievements together. Thank you so much. ഇങ്ങനത്തുള്ള കമൻറ്റ്സ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ഇങ്ങനെ അത് എന്താ നമുക്കൊരു നല്ലത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ മറ്റുള്ളവർ സന്തോഷിക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്കത് ഇരട്ടി സന്തോഷം തരുന്ന കാര്യങ്ങളാണല്ലോ. അല്ലാതെ ഒരു മറ്റുള്ളവർക്കൊരു സന്തോഷം വരുമ്പോഴത്തേക്കും അതിനെ തല്ലിക്കെടുത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണിച്ച് അവരുടെ ഒരു സന്തോഷം ഇല്ലാണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നതിനെക്കാട്ടിലും അതിനെ അഭിനന്ദിക്കുകയും അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുക എന്നുള്ളത് അറിയിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ഫീലുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് അതാണ് തോന്നിയത് കേട്ടോ. ഓക്കെ.
പിന്നെ പിന്നെന്തായിരുന്നു, സ്കൂൾ പഠനകാലത്തെ രസകരമായ മറക്കാനാവാത്തൊരു ഓർമ്മ എന്താണ്? ഐ ആം ജമീല, മലപ്പുറം. ഒരുപാട് ഇഷ്ടമാണ് വീഡിയോ. അസ്സാം വലൈക്കും. വലൈക്കും സലാം. അപ്പം ജമീലാണ് ചോദിച്ചിട്ടുള്ളത്, സ്കൂൾ പഠനകാലത്തെ രസകരമായ മറക്കാനാവാത്തൊരു ഓർമ്മ. എനിക്ക് എന്താ, സ്കൂൾ പഠനകാലം എന്ന് പറയുമ്പോൾ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഞാനിവിടെ സെൻറ്റ് ജോസഫ് LP സ്കൂൾ ഉടുമ്പന്നൂർ എന്ന് പറയും, പാറേക്കൽ സ്കൂൾ എന്ന് പറയും, അവിടെയാണ് പഠിച്ചത്. അത് എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല കാലഘട്ടമായിരുന്നു. നല്ല ടീച്ചേഴ്സായിരുന്നു. ഭയങ്കര കുട്ടികളെ ഇങ്ങനെ സ്വന്തം മക്കളെ പോലെ കരുതുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ, വളരെ കുറവാണ്. എന്നാലും അങ്ങനെയുള്ള ടീച്ചേഴ്സായിരുന്നു അവിടെ ഉള്ളത്. അവരുടെ ഓരോ ടീച്ചറിനെയും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ എങ്ങനെയുണ്ട്, അവർ പഠിപ്പിച്ചു വിട്ട എല്ലാ സ്റ്റുഡൻസിനും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മുടെ കൂടെ പഠിച്ച കുട്ടികൾക്കൊക്കെ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവിടെ നിന്നാണ് എനിക്ക് നല്ല ഓർമ്മകൾ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ അത് കഴിഞ്ഞ് പഠിച്ച ഒരു 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ നിന്ന് എപ്പോഴും ഞാൻ പറയുന്നതാണ്, സ്കൂളിൻ്റെ കുറ്റം പറയുന്നൊന്നുമല്ല കേട്ടോ, പക്ഷേ ഭയങ്കര പാടായിട്ടുള്ള എക്സ്പീരിയൻസാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാം. ഒന്ന് ഓർത്തിരിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്നും തന്നെ ആ സ്കൂളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ഈ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൈ ഇങ്ങനെ 2ാം ക്ലാസ്സിൽ വെച്ച് കൈ ഒടിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിക്കൊണ്ട് നടക്കായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് അവിടുത്തെ ഹെഡ് മാസ്റ്ററാണ് ഞങ്ങളുടെ ഏലിയ സാറാണ് ചോറ് സ്പൂണിലിങ്ങനെ വാരി തന്നുകൊണ്ടിരുന്നത് ഉച്ചയ്ക്ക്. എനിക്ക് വലതുകൈയായിരുന്നു, അപ്പം കഴിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ സാറാണ് എനിക്ക് ഉച്ചയ്ക്ക് സ്പൂണിൽ ചോറ് വാരി തന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നതിന് ശേഷമായിരുന്നു സാറ് കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഭയങ്കര മെമ്മറബിളായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ ശാന്തമ്മ ടീച്ചർ, ഏലിയാമ്മ ടീച്ചർ, അവർക്കൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും നമ്മളെ കാണുമ്പോഴത്തേക്കും ആ ഒരു സ്നേഹമുണ്ട്. നമ്മുടെ ഇനീഷ്യലി ചേർത്ത് അത്രയും ഓർമ്മയാണ് അവർക്ക്. ഇനീഷ്യലി ചേർത്തിട്ട് അവർ നമ്മളെ വിളിക്കും. അത്രയും നമ്മളെ ഭയങ്കര ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അത് തിരിച്ചും ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ സ്റ്റുഡൻസിനും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ഉണ്ടല്ലോ 10ാം ക്ലാസ് വരെയുള്ള 5 മുതൽ 10 വരെ ഒന്നുമില്ല, ഒരു ഓർമ്മയില്ല, ഒന്നുമില്ല. ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കുറേ ദിവസങ്ങളാണ്. കുറേ പാർഷ്യാലിറ്റി, കുറേ എല്ലാവരും ഇല്ല കേട്ടോ, പാർഷ്യാലിറ്റിയും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടില്ലല്ലോ. പിന്നെ +1 +2 കുഴപ്പമില്ലായിരുന്നു, നല്ല ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കോളേജ് 5 വർഷം ന്യൂമാൻ കോളേജ്, അത് ഇപ്പോഴും തിരിച്ച് കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന 5 വർഷമാണ്. ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, മൊത്തത്തിൽ അല്ലെങ്കിൽ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഓർമ്മകൾ തരുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒന്ന് പോകണം, എല്ലാവരെയും കാണണം എന്നൊക്കെ. പക്ഷേ നമ്മുടെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ കുറച്ച് പേർക്കൊക്കെ ജോലിയായി, അപ്പോൾ കുറച്ച് പേർക്ക് കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ആയി. അപ്പോൾ തന്നെ പോകുന്നതിനെക്കാട്ടിൽ അവരൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുമിച്ച് പോയി ടീച്ചേഴ്സിനെയൊക്കെ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇതാണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ എല്ലാവരും കുറേ പേരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. പക്ഷെ അവരൊന്നും ആ സമയത്ത് തിരക്കാണ് ഫുള്ള്. പിന്നെ എനിക്ക് തന്നെ പോകുന്നതിനെക്കാട്ടിലും അവരുടെ ഒപ്പം പോകണതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഒരു ദിവസം പോയി അവിടുത്തെ ടീച്ചേഴ്സിനെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ നല്ല മെമ്മറീസ് ആയിരുന്നു എല്ലാം നല്ലതായിരുന്നു. നമ്മൾ ഓരോ പ്രോഗ്രാംസ്, അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്താണെങ്കിലും എല്ലാം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ റാങ്ക് കിട്ടിയതും ഓർത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. ഓക്കെ, അപ്പോൾ അതത്രയേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ അന്നൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് പറയും, ഇതാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ല കാലഘട്ടം എന്നൊക്കെ. പക്ഷെ അന്നൊന്നും നമുക്കത് മനസ്സിലായിട്ടില്ല. ഇപ്പം ചിന്തിക്കുമ്പോൾ ശരിയാണ്, അതായിരുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല, ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഏറ്റവും നല്ല. പ്രത്യേകിച്ച് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പം സ്കൂളിലേക്ക് പോവുക, സ്കൂളിൽ നിന്ന് വരിക, അത് തന്നെ. അല്ലാതെ വേറെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പരീക്ഷയുടെ സമയമാകുമ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാകും, പക്ഷേ അതൊക്കെ അങ്ങ് മാറും. കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പരീക്ഷ എന്ന് പറയുന്നത് അതൊരു വിഷയമല്ലാണ്ടായി. അപ്പം എല്ലാം നല്ല മെമ്മറീസ് തന്നെയാണ് കോളേജിലെ, സ്കൂളിലൊക്കെ. റുബയ്യ, ഹായ്, വീഡിയോസൊക്കെ ഒത്തിരി ഇഷ്ടമാണ്, എല്ലാം കാണാറുണ്ട്. ബട്ട് ഇപ്പോൾ എന്താ പറ്റിയത്, എപ്പോഴും സാഡാണല്ലോ, കമൻറ്റ് വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നുമില്ലടോ, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ ആ ഒരു സമയത്ത് ഇതുപോലെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ഇങ്ങനെ പ്ലസൻ്റ് ആയിട്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണല്ലോ, അത് വേറൊരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ അഫിമോനെ സ്കൂളിൽ ചേർക്കണ്ടേ? സ്കൂളിൽ ചേർക്കണം, അടുത്ത വർഷം ചേർക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ഇൻഷാ അല്ലാഹ്. പിന്നെ UAE പോകുന്നുണ്ട്, എല്ലാവരും ഇത് തന്നെയാണ് കേട്ടോ ചോദിക്കണേ. പിന്നെ എന്തെങ്കിലും ജോലിക്ക് ഷഹാന ചോദിച്ചേക്കുന്നത്, എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, അപ്പോൾ തൽക്കാലത്തേക്കില്ല. പിന്നെ ഇക്കാൻ്റെ സർപ്രൈസ് കണ്ടപ്പോൾ എന്താണ് ഫീൽ ആയത്, ഇതിന് ആൻസർ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
സർപ്രൈസ് ലാപ്ടോപ്പിൻ്റെ കാര്യമായിരിക്കും ചോദിച്ചത്. അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് അവർ തന്നെ അവർ രണ്ടുപേരും, അതായത് ബാവാസും ഇക്കായും കൂടെ പ്ലാൻ ചെയ്ത് അങ്ങനെ സെറ്റാക്കിയതാണ്. ശരിക്കും എനിക്ക് ആ ഫോൺ കംപ്ലയിൻ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആ ദുബായിൽ പോയിരുന്ന ഫോട്ടോസ് വീഡിയോസ് കംപ്ലീറ്റ് നഷ്ടമായി. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ലാപ്ടോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം അതിലേക്ക് കയറ്റി വെച്ചാൽ മതിയായിരുന്നു. അതൊന്നും പോകില്ലായിരുന്നില്ല, ഗൂഗിൾ ഡ്രൈവിലൊന്നും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ. നമ്മളിതിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് അതിങ്ങനെ പോയപ്പോഴത്തേക്ക് എനിക്ക് ആകെ സങ്കടമായിരുന്നു. ഞാൻ ഒന്നാമത് ഈ ഫോട്ടോ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരുതരം ഭ്രാന്താണ്. പിന്നെ കുറേയൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാൽ പോലും അതിലും ഇടാത്ത നമ്മുടെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി, അതൊന്നും ഇക്കടെ ഫോണിലും ഇല്ല. അപ്പം കംപ്ലീറ്റ് പോയി. അപ്പോൾ എനിക്കൊരു വിഷമമായിരുന്നു, ലാപ്ടോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലല്ലോ എന്നൊക്കെ ഞാൻ ഓർത്തായിരുന്നു. അപ്പോൾ അത് പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പം ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ഇനി പയ്യെ യൂസ് ചെയ്ത് അതിലൊക്കെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ തുടങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നസീമ ചോദിച്ചേക്കുന്നതാണ്, ഇത്തയുടെ ഹോം എവിടെയാണ്? എൻ്റെ വീട് തൊടുപുഴയാണ്, ഇടുക്കി തൊടുപുഴയാണ്. പിന്നെ ഇത്ത എത്ര വരെ പഠിച്ചു? MA എക്കണോമിക്സ് ആണ് കേട്ടോ, PG ആണ്, MA എക്കണോമിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കഴിഞ്ഞു, ഒരെണ്ണം ഒഴിച്ച്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റത്തേക്ക് വെച്ചതാണ് കേട്ടോ, കാരണം അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ Q&A ഇട്ടപ്പോഴെന്നല്ല, അതിന് മുമ്പേ തന്നെ നമ്മുടെ ബ്ലോഗിൽ, ഈ കഴിഞ്ഞ ദിവസത്തെ ബ്ലോഗിലും കൂടെ ഉണ്ടായിരുന്നു, ഒരുപാട് ഞാൻ കണ്ട ഒരു കമൻറ്റാണ്, എന്താണ് ബ്രദർ എവിടെ, അനിയൻ എവിടെ, ബ്രദറിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ലല്ലോ, ഗൾഫിലേക്ക് പോയോ അതൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു അവനെ കുറിച്ചിട്ട്. അപ്പോൾ എന്തായാലും അത് ചോദിക്കുന്നതിൽ ഒരിക്കലും തെറ്റ് പറയാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചെയ്യുന്നതാണ്, നമ്മുടെ ഫാമിലിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്, സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, ഫാമിലിയിലുള്ള ആളുകളെ നിങ്ങളിലേക്ക് കാണിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാളെ മാത്രം കാണിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം ഞാൻ. കാരണം എന്താണ് അവനെ മാത്രം കാണിക്കാത്തതെന്നുള്ളൊരു സാധനം വരുമല്ലോ. അപ്പോൾ നിങ്ങളത് എന്തായാലും ചോദിക്കും, അതിന് മറുപടി തരാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പം അതിനൊരു റിപ്ലൈ തരുന്നത്. പിന്നെ ഈ കമൻസിന് നമ്മൾ ഒരുപാട് കമൻസ് വരുന്നതുകൊണ്ടാണ് കേട്ടോ, 1-2 കമൻസാണ് വരുന്നതെങ്കിൽ ഞാൻ അതിന് 1-2 കമൻസിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യന് ജോലിക്ക് പോയേക്കുവാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അപ്പോൾ അതിനെ തുടർന്ന് പിന്നെയും ക്വസ്റ്റ്യൻസ് വരും, ജോലിക്ക് പോയി വീട്ടിൽ വരില്ലേ അതൊക്കെ ചോദിച്ചിട്ടുള്ള പിന്നെയും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും Q&Aയിൽ അതിനങ്ങ് മറുപടി കൊടുത്തേക്കാന്നുള്ളതിലാണ് ഇപ്പോൾ ഇതിൽ ഞാനിതിന് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ബ്രദറാണുള്ളത്, അവൻ്റെ പേര് ആഷിഖ് എന്നാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അവൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ലോറി ഡ്രൈവറാണ് കേട്ടോ, ഈ വലിയ ലോറി ഉണ്ടല്ലോ. അപ്പോൾ അത് ഇങ്ങനെ ഈ ആന്ധ്രാപ്രദേശ്, ചെന്നൈ, മധുര അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ലോഡും കൊണ്ട് പോകും. അത് അവിടെ ഇറക്കിയിട്ട് അവിടെ നിന്ന് ലോഡ് കയറ്റിയിട്ട് ഇവിടെ എറണാകുളത്ത് കൊണ്ടുവന്ന് ഇറക്കും. അങ്ങനെ ഒരു ജോലിയാണ് അവൻ്റെ. അപ്പോൾ പോയാൽ 2-3 ആഴ്ച കൂടുമ്പോഴേക്കാണ് വരുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാത്തതിനൊരു റീസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ പോയിട്ട് എനിക്ക് തോന്നുന്നു 2-3 ആഴ്ച ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് എറണാകുളത്ത് കൊണ്ടുവന്ന് ലോഡ് ഇറക്കിയിട്ടൊക്കെയാണ് വീട്ടിലേക്ക് വരുള്ളൂ. പിന്നെ അപ്പോൾ ഇതാണ് അവൻ്റെ ഒരു ജോലിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പകുതി ദിവസം വീട്ടിൽ ഉണ്ടാവാറില്ല. പിന്നെ എൻ്റെ ഒരു നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 2-3 വീഡിയോസിൽ മാത്രമാണ് അവനെ കാണിച്ചിട്ടുള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ പണ്ട് വീഡിയോ നമ്മൾ തുടങ്ങിയ സമയത്ത് ഒരുമിച്ച് ഞങ്ങൾ തൊടുപുഴയ്ക്ക് പോയപ്പോഴത്തേക്ക്, അന്നാണ് അവനെ ആദ്യമായിട്ട് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലിങ്ങനെ ഇതെൻ്റെ ബ്രദറാണ്, പേര് പറഞ്ഞതെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ക്യാമറ നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ പേര് ആഷിഖ് എന്നിങ്ങനെ പറഞ്ഞു, അവിടെ സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കാസർഗോഡ് വീട്ടിലെ ഹൗസ് വാമിങ്ങിൻ്റെ ആ ഒരു ഫംഗ്ഷൻ എന്തോ അതിൽ ചെറിയ എന്തോ ഒരു ക്ലിപ്പിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ദിവസം രാത്രി ഇവൻ ലോറിയും കൊണ്ട് വന്നപ്പോൾ നമ്മുടെ അഫി അതിൽ കയറി പോകുന്നൊരു ഇത്, അങ്ങനെയുള്ളൊരു 2-3 കൂടിപ്പോയൊരു 3-4-5 വീഡിയോസിൽ മാത്രമാണ് അവനെ കാണിച്ചിട്ടുള്ളൂ. അതിന് റീസൺ എന്താണെന്നുള്ളത് ഞാൻ പറയാം. അവന് താല്പര്യമില്ല ഈ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഇതിലൊക്കെ വന്ന് നിൽക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമല്ലാത്ത ഒരാളെ ഞാൻ എൻ്റെ വീഡിയോയിൽ നിർബന്ധിച്ച് കൊണ്ടുവന്ന് നിർത്തുന്നത് എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് വേണമെങ്കിൽ ഇവനെ പിടിച്ച് നിർത്തിയത് എല്ലാവരും കമൻ്റ് ഇടുന്നുണ്ട് നിന്നെക്കുറിച്ച്, നീ ഒന്ന് വന്ന് നിന്നെന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചുന്തി തള്ളി കൊണ്ടുവന്നാൽ ചിലപ്പം നിൽക്കുമായിരിക്കും. പക്ഷേ അതൊരു രസമില്ലാത്ത പരിപാടിയല്ലേ. പ്രത്യേകിച്ച് ഞാനാണെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാവരോടും, എൻ്റെ വീഡിയോയിൽ വരുന്ന ആരാണെങ്കിലും അവരുടെ അടുത്തൊക്കെ ഞാൻ ഇപ്പോൾ എപ്പോഴും നമ്മുടെ വീഡിയോസിൽ വരുന്ന ഇപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സും അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ സ്ഥിരം കാണുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരോട് നമുക്ക് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അവർ വീഡിയോ എടുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വീഡിയോ നിൽക്കുന്നതുകൊണ്ടോ അവർക്കൊരു പ്രശ്നമില്ല എന്നുള്ളത് എനിക്കും അറിയാം, അവർക്കും അറിയാം. അതിൻ്റെ പേരിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവരോട് പ്രത്യേകിച്ച് പെർമിഷൻ ചോദിക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ പുതിയതായിട്ട് നമ്മുടെ വീഡിയോയിലൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് കുഴപ്പമുണ്ടോ അതൊക്കെ ചോദിക്കാറുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ അത് എഡിറ്റ് ചെയ്ത് പിന്നെ പോസ്റ്റ് ചെയ്ത് അങ്ങനത്തെ
കുറേ പരിപാടി ഇതിനകത്തുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ പറയണ പറ്റില്ല, വീഡിയോ എടുക്കരുതെന്നൊക്കെ പറയുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ അത് വീണ്ടും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആദ്യം മുതൽ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ നമ്മളുടെ വീഡിയോയിൽ അവരെ കാണിക്കുമ്പോൾ നമ്മൾ അവരുടെ താല്പര്യം കൂടി എന്തായാലും നോക്കണം. അത് നോക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവർക്ക് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, എനിക്കിതിൽ നിന്ന് ഏണിങ്സ് കിട്ടുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ ചെറിയൊരു ഫീലാണെങ്കിൽ പോലും, ഇപ്പോൾ അവളെൻ്റെ വീഡിയോ എടുത്തല്ലോ വേണ്ടായിരുന്നു എന്നുള്ളൊരു ഫീലാണെങ്കിൽ പോലും ഞാനത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര സങ്കടമാകും. അതുകൊണ്ട് തന്നെ ഞാനത് ചോദിക്കാറുണ്ട്, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇവൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അതാണ്, അവന് താല്പര്യമില്ല, അവന് ഇഷ്ടമല്ല ഇങ്ങനത്തുള്ള വീഡിയോസ്. ഇപ്പം ഒരു ഫോട്ടോ എടുത്ത് നമ്മളൊന്ന് എങ്ങോട്ടേലും ഒന്ന് ഒരുങ്ങി ഇറങ്ങി ഒരു ഫോട്ടോ എടുത്ത് നടാന്ന് പറഞ്ഞാൽ പോലും അവൻ തരില്ല. കാരണം അവന് ഒരു താല്പര്യമില്ല ഇതിന്, അതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. സോ അതിൻ്റെ ഒരു റീസൺ ഇതാണ്, ഇവൻ്റെ ജോലി എങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് പകുതി ദിവസം വീട്ടിലുണ്ടാവാറില്ല. ഇനി ഇപ്പം നമ്മൾ ഈ ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള വീഡിയോസൊക്കെ എടുക്കുമല്ലോ, അപ്പോൾ അതിലൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും നിങ്ങളെ കാണിക്കാറുണ്ട്. സോ അതിൻ്റെ കൂടെ ഒന്നും ഇവനെ കാണിക്കാറില്ല. അവൻ വീട്ടിലുള്ള സമയത്താണെങ്കിൽ പോലും ഞാൻ അവൻ്റെ വീഡിയോ എടുക്കാറില്ല. കാരണം എന്താ, അവന് താല്പര്യമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ. ഇനി അത് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ട് ക്യാമറ ഓൺ ചെയ്ത് ഈ ലൈറ്റൊക്കെ ഇങ്ങനെ കത്തിച്ച് പിടിച്ചിട്ട് മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഒരിക്കലും എൻ്റെ ഫാമിലി പ്രശ്നമായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് തരത്തിലുള്ള പ്രശ്നമായിക്കോട്ടെ ഇതിൽ വന്ന് നിന്നിട്ട് പറയില്ല. അത് മോശമാണ്. അങ്ങനെ നമുക്ക് എന്ത് യൂട്യൂബർ ആണെങ്കിലും ശരി, ഇൻഫ്ലുവൻസർ ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, സന്തോഷങ്ങൾ അറിയിക്കും. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പുതിയതായിട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യും. അല്ലാതെ ഈ ഫാമിലിയിൽ നടക്കുന്ന അതൊന്നും നമ്മളത് വന്ന് പറയുന്നത് മോശമല്ല. അപ്പം അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അവന് താല്പര്യമില്ല, അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, പിന്നെ ഒരു കമൻറ്റ് വന്നതാണ് കേട്ടോ. ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ പോയിരുന്ന സമയത്ത് വന്നൊരു കമൻറ്റാണ്, എന്താ ബാവാസ് അനിയൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ബാവാസ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. തീർച്ചയായിട്ടും ബാവാസും എൻ്റെ അനിയനാണല്ലോ, അപ്പോൾ അവനത് ചെയ്യാം. അവൻ എൻ്റെ അനിയനെ പോലെയല്ല, അവൻ എൻ്റെ അനിയൻ തന്നെയാണ്. എൻ്റെ അത്തച്ചിയുടെ പെങ്ങളുടെ മോനാണ് ബാവാസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അവൻ എൻ്റെ ബ്രദർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവന് എന്ന് പറയുമ്പോഴത്തേക്കും ഈ വീഡിയോ എടുക്കൽ ഫോട്ടോ എടുക്കലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് എടുത്തു തരാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അത്ര ഇഷ്ടമല്ലെങ്കിലും എടുത്തു തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാനാണെങ്കിൽ എനിക്കൊരു ഡ്രസ്സ് വാങ്ങിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ഫംഗ്ഷനുണ്ട് ഒരു ഡ്രസ്സ് വാങ്ങിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഓർണമെൻറ്റ്സോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത് ബാവാസിനാണ്. എടാ ഒന്ന് സെലക്ട് ചെയ്ത് തന്നെയാണ്. കാരണം അവനതിനൊരു കഴിവുണ്ട്. അവന് ഇപ്പം മാറി വരുന്ന ട്രെൻഡ് കാര്യങ്ങളൊക്കെ അവന് നന്നായിട്ട് അറിയാം. ഇപ്പം നമ്മൾ ജോഷ് ടോക്കിൽ പോയപ്പം ഒരു ഡ്രസ്സ് ഞാൻ എടുത്തല്ലോ, ആ ഡ്രസ്സ് സെലക്ട് ചെയ്ത് തന്നെ ബാവാസാണ്. അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ അവൻ്റെ ഒരു സെലക്ഷനിൽ എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ്, അല്ലാതെ അതിലൊരു വേർതിരിവ് കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞ കൂട്ടത്തിൽ പറയണം അജ്മീറിൻ്റെ കാര്യം. അവന് എനിക്കെൻ്റെ ഹസ്ബൻഡിനെ അനിയനായിട്ട് ഇന്നുവരെ തോന്നിയിട്ടില്ല. അത് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ചേട്ടത്തി അല്ലെങ്കിൽ ഒരു അനിയൻ റിലേഷൻഷിപ്പ് അല്ല ഇത്രയും നാളായിട്ട് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഒരുപക്ഷെ കല്യാണത്തിന് മുമ്പൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാണല്ലോ, മേ ബി അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഉണ്ട് ഞങ്ങൾക്കിടയിൽ. ഒരു ചേട്ടത്തി അനിയൻ അങ്ങനെയൊന്നുമല്ല, ഒരു എടിവാടി കൂടി അങ്ങനെയൊക്കെയാണ് നമ്മൾ വിളിക്കുക. അതൊക്കെ ആദ്യമൊക്കെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ വന്നായിരുന്നു അതിനെക്കുറിച്ച്. എന്താണ് ഇങ്ങനെ വിളിക്കുന്നത്, ഇതെന്ത് ഇങ്ങനെയൊക്കെ വിളിക്കുന്നതിൻ്റെ ചേട്ടത്തിയില്ല, അപ്പോൾ അങ്ങനെ വിളിക്കാൻ കൊള്ളൂ, അങ്ങനെയൊക്കെ കുറേ ഇങ്ങനെ നമ്മൾ നേരിട്ടും കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ചെയ്തു തുടങ്ങിയ സമയത്ത് കമൻറ്റ് ബോക്സിലൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത് പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, നമ്മളതങ്ങനെ ശീലിച്ചു പോയതാണ്. പിന്നെ നമ്മളുണ്ടല്ലോ, നമ്മളെ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടാവുക എന്നുള്ള കേട്ടോ. അപ്പം ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനോടായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ കസിൻസിനോടായിക്കോട്ടെ, അല്ലെങ്കിൽ ബന്ധുക്കളായിക്കോട്ടെ, എന്താണേലും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇവരുടെ രണ്ടുപേരും ബാവാസിൻ്റെ അജ്മീറിൻ്റെ കാര്യം പറയാമല്ലോ, അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട രണ്ടുപേരാണ് ബെൻസിത്തായും അളിയനും. അവരെന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് എൻ്റെ ബ്രദർ സിസ്റ്റർ, ഇപ്പോൾ അളിയനോടൊക്കെ ആണെങ്കിൽ ഇവരോടുള്ള പോലെ തന്നെ ഒരു ബ്രദർലി അറ്റാച്ച്മെൻറ്റാണ് എനിക്ക് ഇന്നുവരെ തോന്നിയിട്ടുള്ളത്. അത്ര എനിക്ക് ഇഷ്ടമാണ് അവർ രണ്ടുപേരും. അത് ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരും കേട്ടോ. കാരണം എന്താ അറിയോ, ഈ ഇക്കാനെ ഞാൻ കല്യാണം കഴിച്ചതുകൊണ്ടാണ് എനിക്ക് ഇവരെ ബന്ധുക്കളായിട്ട് കിട്ടിയത്. അവർ ഇക്കാടെ ബന്ധുക്കളാണ്. അപ്പോൾ കല്യാണം നടന്നതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ കാണുന്നതും അവരുമായിട്ട് മിണ്ടുന്നതും. ഒരേ നാട്ടുകാരാണ്, ഞാൻ കണ്ടിട്ടുണ്ട്, എന്നെയും കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ മിണ്ടിയിട്ടൊന്നുമില്ല, അറിയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇക്കാനെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് നമ്മൾ അവരുമായിട്ട് പരിചയപ്പെട്ടതും അവരുമായിട്ട് സംസാരിച്ചതും ഇത്ര ഒരു അടുപ്പം വന്നതും. പക്ഷേ ഇന്നിപ്പം ഇക്കയുടെ ഫാമിലിക്ക് അവരോടുള്ളതിനെക്കാട്ടിലും ഭയങ്കര ഒരു ബോണ്ടിങ് ആണ് നമ്മൾ തമ്മിൽ. കാരണം അത്രയും ഇഷ്ടമാണ്, അത്രയും അവരാണേലും എന്നെ അതുപോലെ തന്നെയാണ് കാണുന്നത്. ഭയങ്കര ഒരു
ഭയങ്കര ഒരു ബോണ്ടിങ് ആണ്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കമൻറ്റ് വരാറുണ്ടായിരുന്നു, ഇപ്പം ബെൻസിത്താനൊന്നും കാണാറില്ലല്ലോ, അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. അൽഹംദുലില്ലാ ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഓരോ സിറ്റുവേഷൻ കൊണ്ടൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അവർ ഉൾപ്പെടുത്താത്തതാണ്, അല്ലാതെ നമ്മൾ തമ്മിലൊരു ഇഷ്യോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതെന്താ അറിയോ, അത് നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിലൊരു സത്യസന്ധത ഉണ്ടാവണം. അല്ലാതെ നമ്മുടെ കുറ്റം പോയിട്ട് അവിടെ പറയുക, അവരുടെ കുറ്റം വന്നിട്ട് ഇവിടെ പറയുക, ഈ കൂട്ടിക്കുത്ത് നുണയുണ്ടാക്കുക, അങ്ങനത്തെ ഉള്ള കുറേ ടീംസ് ഉണ്ടല്ലോ. അവരുമായിട്ടൊന്ന് മാക്സിമം ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാതിരിക്കുക. അങ്ങനെ കീപ്പ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. നമുക്കറിയാം നമ്മളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പം അല്ലെങ്കിൽ നമ്മളുടെ അടുത്തൊരു ബന്ധം ഉണ്ടാകുമ്പം അവർ നമ്മളെങ്ങനെ കാണുന്നത് എന്നുള്ളത് നമുക്കറിയാം. അല്ലെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ മിങ്കിൾ ചെയ്തിട്ടൊക്കെ ആകുമ്പോഴാണെങ്കിലും നമുക്ക് മനസ്സിലാകും അവർക്ക് നമ്മളോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത്. അതിനനുസരിച്ച് നിൽക്കുക പിന്നീട്. കാരണം ചിലരൊക്കെ ഉണ്ട്, നമുക്കൊരു സങ്കടം വന്നു കഴിയുമ്പോഴത്തേക്കും അതിനിങ്ങനെ അട്ടഹസിച്ച് ഉല്ലസിച്ച് അങ്ങനെ പോകുന്നവരുണ്ട്. ഇനി ഒരു സന്തോഷം വന്നു കഴിയുമ്പോൾ അതിൽ മനസ്സുകൊണ്ട് പങ്കുചേരാൻ പറ്റാത്തൊരു ചിലപ്പം ചിരിച്ച് നമ്മുടെ മുമ്പിൽ വരും, എന്നാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിലൊരു ഒരു 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 എന്തോ ഒരു ഫീലായിരിക്കും അവർക്ക്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാകും. കുറേ കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ആദ്യമൊന്നും ചിലപ്പോൾ നമുക്കത് കത്തില്ലായിരിക്കും, പക്ഷേ പിന്നെ പിന്നെ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ശരിക്കുമുള്ള ബന്ധുക്കൾ ഏതാ, അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള കുറേ പേരെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളുടെ അടുത്തൊന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റൊരാളോട് വേറെ പോയിട്ട് പറഞ്ഞു, അങ്ങനത്തെ കുറേ പേഴ്സണാലിറ്റീനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ളവരൊക്കെ ആയിട്ടൊരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ട ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് നമുക്കൊരു സന്തോഷം വരുമ്പോൾ മനസ്സറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്നവരായിരിക്കണം, മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയുന്ന ആൾക്കാരായിരിക്കണം. നമുക്കൊരു സങ്കടം വരുമ്പം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അവരെ നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുക, അവരെ എങ്ങോട്ടും വിടാതെ പിടിച്ചു നിർത്തുക. എപ്പോഴും നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. ഈ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആളുകളായിട്ടൊരു ഗ്യാപ്പ് ഇട്ട് നിർത്തുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ, അനിയനെക്കുറിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കുറേ പേര് ചോദിച്ചതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അതിലൊരിക്കലും നിങ്ങൾ ചോദിച്ചതിനൊരു പരാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം സ്വാഭാവികമായിട്ട് നിങ്ങളത് ചോദിക്കും. കാണുമ്പോൾ എന്തായാലും അവൻ എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമല്ലോ, എന്തായാലും ചോദിക്കും. അതിന് ഞാൻ എന്തായാലും മറുപടി പറയാൻ ബാധ്യസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇന്നതാണ് അവൻ്റെ ജോലി. പിന്നെ അവൻ വീട്ടിലുണ്ടെങ്കിൽ പോലും ഞാൻ അവൻ്റെ വീഡിയോ എടുക്കാറില്ല, കാരണം താല്പര്യമില്ല. അങ്ങനെ താല്പര്യമില്ലാത്ത ഒരാളെ വീഡിയോയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല, എനിക്കിഷ്ടമല്ല അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് നിർത്തുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഇപ്പം ഞാൻ പറയില്ല, ഇത് ഞാൻ ഏൺ ചെയ്യുന്ന എനിക്കുള്ളൊരു പ്ലാറ്റ്ഫോമാണ്, എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിൽ വേറൊരാൾ വരുമ്പം അത് അയാളുടെ പൂർണ്ണ താല്പര്യത്തോടു കൂടിയായിരിക്കണം. അല്ലാതെ ഇവൾ വിളിച്ചല്ലോ, ഇവൾ കുറേ നേരം അതിൽ പറയണം, എന്നാൽ പിന്നെ ഒന്ന് വന്ന് നിന്നേക്കാം എന്നുള്ളൊരു ഫീലോടുകൂടി വരുമ്പോഴത്തേക്കും അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതേ ഉള്ളൂ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. സോ കുറേ നേരം ആയിരുന്നില്ല ഞാൻ ഇങ്ങനെ വേർത്ത് തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ചെറിയൊരു Q&A വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഏകദേശം ആൻസറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടുതലും ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കാസർഗോഡേക്ക് പോകുന്നില്ലേ, ഇക്കാരുടെ അടുത്തേക്ക് പോകുന്നില്ലേ, ഇക്ക എപ്പോഴാണ് വരുന്നത്, പിന്നെ അനിയനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെ ആയിരുന്നു കൂടുതലും. അപ്പം എല്ലാത്തിനും ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. സോ പിന്നെ ഹോം ടൂറിൻ്റെ കാര്യമായിട്ട് അത് കുറേ പേര് പറയുന്നുണ്ട്, എനിക്ക് കുറച്ചുകൂടിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട്. ഇതില്ലേ ഈ കർട്ടനൊന്നും ഇട്ടിട്ടില്ല, അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം, അതൊക്കെ ഇടണം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ വരണം. കിച്ചൺ കുറച്ചൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സാവധാനം എന്താ പറയുക നല്ല രീതിയിൽ ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.